സർഗവേദി വാട്സാപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ന് അർഹരായ കുടുംബാംഗങ്ങളിലേക്ക് ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യുക. കഴിഞ്ഞ 4 വർഷമായി കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമുള്ള സംഗീത ആസ്വാദകരെ ഉൾപ്പെടുത്തി ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ഗ്രൂപ്പിന്റെ കേരള അഡ്മിൻ പ്രിയപ്പെട്ട ഗായകൻ കൂടിയായിട്ടുള്ള രാജൻ കായിനോസ് അവരുകളാണ്. അപ്പോൾ ഈ കൂട്ടായ്മയുടെ ഈ വർഷത്തെ ഓണം വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് വളരെ ലളിതമായ ചടങ്ങുകളോടെയാണ് നടത്തുവാൻ ആരംഭിക്കുന്നതെങ്കിലും ഈ അർഹരായ കുടുംബങ്ങളിൽ ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകൾ നൽകുന്നത് ഞങ്ങളുടെ കൂട്ടായ്മയുടെ എല്ലാവരുടെയും ഒരു തീരുമാനം അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിനുള്ള നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുക. സർഗവേദി വാട്സാപ്പ് കൂട്ടായ്മയുടെ ഈ ഭക്ഷ്യ കിറ്റ് വിതരണ സമയത്ത് കുട്ടിയം റോട്ടറി ക്ലബിൻ്റെ പഴയ തൊട്ട് മുൻ വർഷത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ ഷിബു റാവത്ത്, അതോടൊപ്പം തന്നെ അദ്ദേഹം ചൈൽഡ് പ്രൊട്ടക്റ്റീവിൻ്റെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് കൂടിയാണ്. അദ്ദേഹം ഈ ഫംഗ്ഷനിൽ വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അപ്പോൾ ആദ്യത്തെ കിറ്റ് ഞങ്ങളുടെ സുഹൃത്തായ സുജാതയ്ക്ക് കൊടുത്തുകൊണ്ട് ഷിബു റാവത്ത് സാറ് ഉദ്ഘാടനം ചെയ്തു. നമസ്കാരം, ന്യൂസ് കേരളം 24ലേക്ക് സ്വാഗതം. സർഗവേദി വാട്സാപ്പ് സംഗീത കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 15 കുടുംബങ്ങളിലേക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുമായി ഗായകരെയും സംഗീത ആസ്വാദകരെയും ഉൾപ്പെടുത്തി കഴിഞ്ഞ 4 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വാട്സാപ്പ് കൂട്ടായ്മയാണ് സർഗവേദി. എല്ലാ വർഷങ്ങളിലും കൂട്ടായ്മ കുടുംബാംഗങ്ങൾ വിവിധ ജില്ലകളിൽ ഒത്തുചേരുകയും സംഗീത പരിപാടികൾ സംഘടിപ്പിക്കാറുമുണ്ട്. ഇക്കുറി കൊല്ലം ജില്ലയിലാണ് കുടുംബസംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് കേരള അഡ്മിൻ കൂടിയായ രാജൻ കായിനോസ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. കൊല്ലം പൂയപ്പള്ളി ശാലയം കോംപ്ലക്സിൽ നടന്ന ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകളുടെ വിതരണ ചടങ്ങിൽ കൂട്ടായ്മ അംഗവും ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റുമായ ഷിബു റാവുത്തർ കിറ്റുകളുടെ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. 15 കുടുംബത്തിന് ഒരാഴ്ചയ്ക്കുള്ള എല്ലാവിധ ഭക്ഷ്യധാന്യങ്ങളും അടങ്ങിയ കിറ്റാണ് വിതരണം ചെയ്തത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം, വിവിധ വിഭാഗം മെഡിക്കൽ ക്യാമ്പുകൾ, അഭയകേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് സംഗീത പരിപാടികൾ എന്നിവയും സംഘടിപ്പിക്കും. ന്യൂസ് ഡെസ്ക്, കൊല്ലം.